ത്രിയേക ദൈവത്തിൻ്റെ വന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെയധികം സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ ദേവാലയത്തിലെ 93ാമത് കൺവെൻഷൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 75ാമത് പെരുന്നാളും പ്ലാറ്റിനം ജൂബിലിയൊക്കെ ആഘോഷിച്ചപ്പോൾ ഈ ദേവാലയത്തിൽ വികാരിയായിരിക്കുവാൻ ഭാഗ്യമുണ്ടായി. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു ദേവാലയത്തിലെ പ്രിയപ്പെട്ടവരുടെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ദേവാലയത്തിൻ്റെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗം വികാരി വന്ദനായ ജോസഫ് ഷൗമേൽ ഏവൂർ, പ്രിയപ്പെട്ട ട്രസ്റ്റി കെ ബാബു വലിയപറമ്പിൽ, സെക്രട്ടറി എബ്രഹാം ജോൺ ഏനാത്ത് പുത്തൻ വീട്ടിൽ, പെരുന്നാളിൻ്റെ കൺവീനർ MD ജോർജ് മുളവന, ജോസാറിൻ്റെ നേതൃത്വത്തിലുള്ള ഗായക സംഘം, ഓൺലൈനിൽ കൂടി ഞാൻ കണ്ട ലില്ലിക്കുട്ടി അമ്മാമ്മയുടെ നേതൃത്വത്തിലുള്ള കോൽകളി സംഘം, ഇന്നലെ വളരെ പ്രഗത്ഭമായ രീതിയിൽ കഥാപ്രസംഗം നടത്തിയ നമ്മുടെ നാടിൻ്റെ അഭിമാനം എണ്ണക്കാട് ജെയിംസ് കാതികൻ. നമ്മുടെ ദേവാലയം എത്രയോ നിലയിൽ പ്രശസ്തമായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായ രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു പുതിയ ദേവാലയം സ്ഥാപിതമായി തീരണമെന്നാണ്. എൻ്റെ മനോഹരമായ ചിത്രം ആലേഖനം ചെയ്ത നോട്ടീസാണ് ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ദൈവകൃപയുണ്ടാകട്ടെ, അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ. എനിക്കും ചെറിയൊരാഗ്രഹമുള്ളത്, ഈ പള്ളിയുടെ ശതാബ്ദി നിറവിൽ എനിക്കും വന്ന് പങ്കുചേരണമെന്ന് ചെറിയൊരാഗ്രഹമുണ്ട്. 6-7 വർഷം കൂടിയുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും, നമുക്കെല്ലാവർക്കും അതിനവസരം നൽകട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും എന്നേക്കാൾ യുവതികളായും യുവാക്കളായും ഇരിക്കുന്നതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ രാത്രിയിൽ ഒരു ചെറിയ വേദഭാഗം പങ്കിട്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഇതൊരു സമാപന പ്രസംഗമാണ് ഈ കൺവെൻഷൻ്റേത്. പ്രത്യേകിച്ച് ഈ പ്രഭാഷണം ഇന്റർനെറ്റ് വഴി, ഓൺലൈൻ വഴി ഇവാനിയസ് മീഡിയ സംപ്രേഷണം ചെയ്യുകയാണ്. ആ പ്രിയ സഹോദരങ്ങളോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഓർഗൻ വായിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏക ആന്റണിയാണ് നമ്മുടെ കൂടെയുള്ളത്. എല്ലാവരെയും ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് ഞാൻ വേദഭാഗം വായിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യമാണ്. ഒരു പുതിയ ട്രാൻസ്ലേഷൻ ഞാൻ വായിക്കുകയാണ്. സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. ഗീവർഗീസ് പെരുന്നാളിന്റെ പശ്ചാത്തലത്തിലാണ് ഞാനിത് പങ്കിടുന്നത്. ഇവാനിയസ് മീഡിയ ഇത് സംപ്രേഷണം ചെയ്യുമ്പോൾ പുതിയ വിവരണങ്ങൾ നൽകണമെന്നുള്ളത് എൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. നമ്മൾ പരമ്പരാഗതമായി കേട്ട് വായിക്കുന്നത് ഇങ്ങനെയാണ്: ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു വേദഭാഗമാണ്. ചോദ്യം ഇതാണ്: ആർ യു വില്ലിംഗ് ടു ടേക്ക് അപ്പ് യുവർ ക്രോസ്? പെരുന്നാൾ മനോഹരമാണ്, അനുഗ്രഹീതമാണ്. നമ്മുടെ കുരിശെടുത്തുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ നമ്മൾ തയ്യാറാണോ? ആർ യു വില്ലിംഗ് ടു ഫോളോ ജീസസ്? നിങ്ങൾ യേശു ക്രിസ്തുവിനെ പിന്തുടരുവാൻ സന്നദ്ധരാണോ? ഇത് വലിയൊരു ചോദ്യമാണ്.
93 വർഷക്കാലമായി ഈ പ്രദേശത്ത് വളരെ പ്രതിസന്ധികളിലും അഭിസന്ധികളിലും ക്രിസ്തീയ സാക്ഷ്യം വഹിച്ച് 100 വർഷത്തേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. നമ്മുടെ പൂർവികരെ നമ്മൾ നമിക്കണം. ഈ ഇടവകയെ നയിച്ച എല്ലാ ആചാര്യന്മാരെയും നമ്മൾ ഓർക്കണം. നമ്മൾ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നു. നിന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കുക. ജീവിതത്തിൽ രോഗം വരാം, സങ്കടം വരാം, ദുഃഖങ്ങൾ വരാം, പട്ടിണി വരാം, നമ്മളെ അപമാനിക്കാം, തിരസ്കരിക്കാം, നമുക്കെതിരെ ആക്രോശങ്ങൾ ഉയർത്താം. ഇതെല്ലാം സഹിച്ച് ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുവാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. പരിശുദ്ധനായ ഗീവർഗീസ് സഹോദരന്റെ ജീവിതത്തിലെ പശ്ചാത്തലത്തിലാണ് ഞാനിത് വിശദീകരിക്കുന്നത്. ഇന്നത്തെ സന്ധ്യാ ആരാധനയിൽ ഗീവർഗീസ് സഹോദരന്റെ പെരുന്നാളിന്റെ സന്ധ്യാരാധനയിൽ ആദ്യത്തെ പ്രാർത്ഥനയിൽ സ്ലൂസോയിൽ ചൊല്ലുന്നത് ഇങ്ങനെയാണ്: ആരായിരുന്നു ഗീവർഗീസ് സഹോദര? 2 അഡ്ജക്റ്റീവാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധനും രക്തസാക്ഷിയുമായ വിശുദ്ധ ഗീവർഗീസ് സഹോദര. പരിശുദ്ധനും രക്തസാക്ഷിയുമായ വിശുദ്ധ ഗീവർഗീസ് സഹോദര. എന്തുകൊണ്ടാണ് പരിശുദ്ധനും രക്തസാക്ഷിയുമായി തീർന്നത്? നമുക്ക് ആ കഥകൾ അറിയാം, ചരിത്രമറിയാം, അതിന്റെ പലവിധമായ കാര്യങ്ങൾ അറിയാം. ആ പ്രാർത്ഥനയിൽ പറയുകയാണ്: സത്യവിശ്വാസ ജീവിതത്തിൽ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ പുണ്യപ്രവർത്തികൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഇതാണ് പെരുന്നാൾ. ഇതാണ് ഈ വർഷത്തെ പെരുന്നാളിന്റെ സമാപന സന്ദേശം. പ്രാർത്ഥനയിൽ എഴുതിയിരിക്കുക: സത്യവിശ്വാസ ജീവിതത്തിൽ. ഈ സത്യവിശ്വാസ ജീവിതത്തിൽ ഞാൻ വിശദീകരിച്ചുകൊള്ളാം. ഒരു ഓർത്തഡോക്സ് ജീവിതത്തിൽ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ പുണ്യപ്രവർത്തികൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഈ പെരുന്നാൾ പുണ്യപ്രവർത്തികൾ ചെയ്യുവാൻ നമുക്ക് ശക്തി പകരട്ടെ എന്നുള്ളതാണ് ഓർക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഈ വേദഭാഗത്തേക്ക് നമുക്ക് അടുത്തു വരാം. യേശു തമ്പുരാൻ നമ്മോട് ചോദിക്കുന്നു: നിങ്ങൾ സന്നദ്ധരാണോ യേശുവിനെ അനുഗമിക്കുവാൻ, കുരിശു വഹിക്കുവാൻ, യേശുവിന്റെ പിന്നാലെ പോകുവാൻ? നിങ്ങൾ സന്നദ്ധരാണോ? ഞാൻ സന്നദ്ധനാണോ? ഗീവർഗീസ് സഹോദര എന്താ പറഞ്ഞത്? ഐ ആം വില്ലിംഗ്. ഞാൻ സന്നദ്ധനാണ്. ഗീവർഗീസ് സഹോദര യേശു തമ്പുരാനെ അനുധാവനം ചെയ്തു. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ ഒരു വാക്യമുള്ളത്. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 35-ാമത്തെ വാക്യം: ആരെങ്കിലും എന്റെയും സുവിശേഷത്തിന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ നേടിയെടുക്കും, അതിനെ രക്ഷിക്കും. ആരെങ്കിലും എന്റെയും എന്റെ സുവിശേഷത്തിന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ നേടിയെടുക്കും. എങ്ങനെയാണ് നേടിയെടുത്തത്? നേടിയെടുക്കേണ്ടത് 3 കാര്യങ്ങളെങ്കിലും വേണം. 1, ആത്മത്യാഗം വേണം. 2, കുരിശു വഹിക്കുവാൻ തയ്യാറാവണം. 3, ക്രിസ്തുവിനെ അനുഗമിക്കണം. എന്തൊക്കെയാണ് ഓർത്തിരിക്കാം? ആത്മത്യാഗം, നമ്മളെ തന്നെ ത്യജിക്കുക, കുരിശു വഹിക്കുവാൻ തയ്യാറാകുക, ക്രിസ്തുവിനെ അനുഗമിക്കുക. ഇവിടെ നല്ല ഗായകസംഗമുണ്ട്, നമ്മൾ പാടുന്നുണ്ടല്ലോ: കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കും ഞാൻ അന്ത്യം വരെ. എന്തൊരു മനോഹരമായ പാട്ടാണ്! കുരിശെടുത്ത് എന്നെ യേശുവിനെ അനുഗമിക്കും എന്നുവരെ, എന്റെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും, രോഗത്തിന്റെ നടുവിലും, പ്രതിസന്ധികളുടെ നടുവിലും, അപമാനങ്ങളുടെ നടുവിലും, പരാജയങ്ങളുടെ നടുവിലും ഞാൻ ആരെയാണ് അനുഗമിക്കുന്നത്? എന്റെ യേശുവിനെ കുരിശെടുത്ത് ഞാൻ അനുഗമിക്കും എന്ന് പാടുകയാണ്. അതുകൊണ്ട് ഓർത്തിരിക്കണം, ഈ വേദഭാഗം നമ്മോട് പറയുന്ന ചെറിയ 3 കാര്യങ്ങൾ പറഞ്ഞ് എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ശിഷ്യനായിരിക്കുവാൻ എനിക്ക് കഴിയുമോ? ഒരു ഉത്തമ ശിഷ്യൻ
ശിഷ്യൻ എന്ന വാക്ക് ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? ഡിസൈപ്പിൾ. ശിഷ്യത്വം എന്ന് പറയുമ്പോഴോ ഡിസൈപ്പിൾഷിപ്പ്. ഡിസൈപ്പിൾ ആൻഡ് ഡിസൈപ്പിൾഷിപ്പ്. ക്രിസ്തുവിന്റെ ശിഷ്യനാകുവാൻ, ക്രിസ്തുവിന്റെ ശിഷ്യത്വം സ്വീകരിക്കുവാൻ നമുക്ക് കഴിയുമോ? ഗീവർഗീസ് സഹദ ഞാൻ പറയും ക്രിസ്തുവിന്റെ ഉത്തമ ശിഷ്യനായിരുന്നു. അതുകൊണ്ടാണ് ഓർത്തിരിക്കേണ്ടത്. ഞാൻ ഒന്നാമത് പറയും, ആ ശിഷ്യത്വം എന്ന് പറയുന്നത് ഡിസൈപ്പിൾഷിപ്പ് ഓഫ് ലോയൽറ്റി, വിശ്വസ്തതയുടെ ശിഷ്യത്വം. ലോയൽറ്റി, സത്യസന്ധതയുടെ ശിഷ്യത്വം. ഇതാണ് ഗീവർഗീസ് സഹദയും എല്ലാ ശിഷ്യന്മാരും, എല്ലാ സഹോദരന്മാരും, എല്ലാ പരിശുദ്ധന്മാരും നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നത്. ഇന്നത്തെ ലോകത്തെ കുറിച്ച് പറയുന്നത് വിശ്വസ്തത പോയി, സത്യസന്ധത പോയി, ആത്മാർത്ഥത പോയി, ദൈവികത പോയി. ഇവിടെയാണ് ഗീവർഗീസ് സഹദയുടെ പെരുന്നാൾ നമ്മെ പ്രബോധിപ്പിക്കേണ്ടത്. We need a discipleship of loyalty. സഭയോടുള്ള സത്യസന്ധത, വിശ്വാസത്തോടുള്ള സത്യസന്ധത, ദൈവത്തോടുള്ള സത്യസന്ധത, സമൂഹത്തോടുള്ള സത്യസന്ധത. ഇതാണ് ഗീവർഗീസ് സഹദ നമുക്ക് പകരുന്നത്. ചില വാക്യം കൂടി നോക്കാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34-ാമത്തെ വാക്യം. ക്രിസ്തു പറയുകയാണ്, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. ആരും തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിക്കരുത്. അപ്പനും അമ്മയുമായിട്ട് വഴക്കുണ്ടാക്കി അവരെ ഇറക്കി വിട്ടിട്ട് ഈ വേദഭാഗം ഉദ്ധരിക്കരുത്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. അത് വേദവാക്യങ്ങളുടെ വക്രീകരണമാണ്. വാക്ക് കേട്ട വക്രീകരണം, ഡിസ്റ്റോർഷൻ ഇന്ന് നടക്കുന്ന അതൊക്കെയാണ്. ഏതെങ്കിലും ഒരു ഭാഗം വികൃതമായി വക്രീകൃതമായി വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ട് ക്രിസ്തു പറയുകയാണ്, ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് ക്രിസ്തുവിനെയാണ്, ദൈവത്തിന്റെ വചനത്തെയാണ്. അടുത്തവരെ നോക്കിയേ, എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. വ്യത്യസ്തങ്ങളായ ട്രാൻസ്ലേഷൻ ഉണ്ട്. എന്നേക്കാൾ അധികം അപ്പനെ സ്നേഹിക്കരുത്, എന്നേക്കാൾ അധികം അമ്മയെ സ്നേഹിക്കരുത്, എന്നേക്കാൾ അധികം ഭാര്യയെ സ്നേഹിക്കരുത്, എന്നേക്കാൾ അധികം ഭർത്താവിനെ സ്നേഹിക്കരുത്, എന്നേക്കാൾ അധികം മരുമകളെ സ്നേഹിക്കരുത്. അച്ഛാ, അത് വേണേ നോക്കാം. എന്നേക്കാൾ അധികം സഹോദരനെയും സഹോദരിയെയും സ്നേഹിക്കരുത്. കർത്താവ് പഠിപ്പിക്കുന്ന ഇത്രയേ ഉള്ളൂ. പരമപ്രാധാന്യം ക്രിസ്തുവിനായിരിക്കണം, പരമപ്രാധാന്യം ദൈവ വചനത്തിനായിരിക്കണം. ബാക്കിയെല്ലാം അതിന്റെ പിന്നാലെ ഉള്ളതാണ്. അതുകൊണ്ട് വീണ്ടും കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ശിഷ്യത്വം എന്ന് പറയുന്നത് വളരെ ശക്തി കൂടിയതാണ്. ശിഷ്യത്വം എന്ന് പറയുന്നത് ഒരു കംഫർട്ട് സോണിലുള്ളതല്ല, ഗ്രീൻ സോണിലുള്ളതല്ല. അത് അപകടം നിറഞ്ഞതാണ്, ക്രൂശ് ചുമക്കുന്നതാണ്, തകർക്കപ്പെടുന്നതാണ്, ഉടയ്ക്കപ്പെടുന്നതാണ്, മുറിക്കപ്പെടുന്നതാണ്. അതൊന്നും നമുക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്കേ പോകത്തില്ല. അങ്ങനെയുള്ള വേദഭാഗം പോലും നമ്മൾ വായിക്കുവാൻ നമുക്ക് വലിയ ശക്തിയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് വേണ്ടി തകർക്കപ്പെട്ടാൽ, അരയ്ക്കപ്പെട്ടാൽ, പൊടിക്കപ്പെട്ടാൽ, തിരസ്കരിക്കപ്പെട്ടാൽ കർത്താവ് എന്താ പറയുന്നത്? വേദഭാഗം ഒന്ന് നോക്കി. മർക്കോസിന്റെ സുവിശേഷം 29-30 കർത്താവ് പറയുകയാണ്, ക്രിസ്തുവിന് വേണ്ടിയും സുവിശേഷത്തിന് വേണ്ടിയും ഇവയെല്ലാം വിട്ടാൽ നിങ്ങൾക്ക് എത്ര മടങ്ങാ? അച്ഛനെ എത്ര മടങ്ങ് വേണ്ടിയും പറഞ്ഞോ, ഞങ്ങൾ സമ്മതിച്ചോളാം. ഉത്തരം കേട്ടെ, 100 മടങ്ങ് നിങ്ങൾക്ക് തിരികെ ലഭിക്കും. 100 മടങ്ങ് ക്രിസ്തുവിന് വേണ്ടി ത്യാഗമനുഭവിച്ചാൽ, ക്രിസ്തുവിന് വേണ്ടി അപമാനമേറ്റാൽ നിങ്ങൾക്ക് 100 മടങ്ങ്
നന്മകൾ ലഭിക്കും. നമുക്ക് നമ്മുടെ ഇടവകയിൽ തന്നെ നോക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ രാവിലെ ഇവിടെ വന്ന് മദ്ബഹായിൽ കയറി. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഏത് ദേശത്തായാലും പെരുന്നാളാവുമ്പോൾ ഇവിടെ എത്തും. ഉണ്ടല്ലോ, സ്ഥിരം വരുന്നവരെ എനിക്കറിയാം. കടമെടുത്തൊക്കെ ആയിരിക്കും ചില വരുന്നതോ. അതാണ് പെരിങ്ങലപ്പുറം പള്ളിയോടുള്ള ആഭിമുഖ്യം. എന്നിട്ട് നമ്മൾ പെരുന്നാളിന്റെ പേര് തന്നെ മാറ്റി, പുകൾപെരിയോർ പെരിങ്ങലപ്പുറം പള്ളിയിൽ വാഴുമാർ ഗീവർഗീസെ. അത് കേൾക്കുമ്പോൾ ഒരു ഉന്മേഷമുണ്ട്. നമ്മുടെ ആധ്യാത്മികതയെ നയിക്കുന്നത് നമ്മൾ ഇപ്പോൾ വലിയ ഓർത്തഡോക്സ് ഒക്കെ പറയും. നിങ്ങൾക്ക് വേദന വരുമ്പോൾ നിങ്ങൾ പരിശുദ്ധ ത്രിത്വത്തെ വിളിച്ചെന്നോ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ വലിയ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ കണ്ണുകൾ ഞാൻ ഉയർത്തും. എൻ്റെ മുൻപിൽ എത്തിച്ചേരുന്നത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ദേവാലയത്തിലെ ഗീവർഗീസ് സഹോദരന്റെ ചിത്രമായിരിക്കും. ഞാൻ ജനിച്ചു വളർന്നത് ഗീവർഗീസ് സഹോദരന്റെ നാമത്തിലുള്ളൊരു പള്ളിയിലാണ്, പന്തളം ആർത്തിൽ സെന്റ് ജോർജ് മഹാ ഇടവക. ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും നമ്മുടെ ഓരോരുത്തരുടെയും ആധ്യാത്മികതയെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും സംരക്ഷിക്കുന്നതും നമ്മുടെ ഇടവക പള്ളികളാണ്. അതുകൊണ്ടാണ് ഇടവക പള്ളികൾക്ക് ഭയങ്കര ശക്തിയാണ്, ഭയങ്കരം ആഭിമുഖ്യമാണ് നമുക്ക്. ഇനി നമ്മൾ എവിടെ പോയെന്ന് പറഞ്ഞാലും, എത്ര വലിയ രാജാവാന്ന് പറഞ്ഞാലും, എത്ര വലിയ ഫ്ലാറ്റ് കെട്ടി ജീവിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ എവിടെ വരണം? ഇങ്ങി വരും, ഇവിടെ വരും, പെരിങ്ങലിപ്പുറത്ത് വരും. സൗകര്യം ഉണ്ടെങ്കിൽ നേരത്തെ അതൊക്കെ ഒന്ന് കെട്ടിയിട്ട് കഴിഞ്ഞാൽ വല്ലപ്പോഴൊക്കെ വരുമ്പോൾ, പള്ളി വരുമ്പോൾ, എൻ്റെ സമാപന സംഗമ സ്ഥലം ഇവിടെയാണ്. ഹല്ലേലൂയ. കൊച്ചുമക്കൾക്ക് ജോലിപ്പാട് കുറയും. അപ്പൊ അതുകൊണ്ട് ഓർത്തിരിക്കണം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പള്ളിക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും വിനിയോഗിച്ചാൽ, പണം മാത്രമല്ല, പണം, സമയം, ആരോഗ്യം, റിസോഴ്സസ്, ഇതൊക്കെ വരും. നമ്മുടെ കുഞ്ഞുങ്ങൾ മനോഹരമായിട്ട് ഇപ്പൊ പാട്ട് പാടി. നമ്മുടെ ജെയിംസ് എണ്ണക്കാട് വേദപുസ്തകത്തിലെ ധൂർത്തപുത്രനെ അവതരിപ്പിച്ചു. ആത്മാഭിമാനം കൊണ്ട് വേദകഥകള് എത്ര ഭംഗിയായിട്ടാണ് സംവേദിക്കപ്പെട്ടത്. നമ്മുടെ സ്ത്രീ സമാജക്കാര് മനോഹരമായ കോലുകൾ നടത്തി. എത്ര ഭംഗിയായിട്ടാണ് ആ വേദജ്ഞാനം, പരിജ്ഞാനം പൊതുസമൂഹത്തിന് പങ്കിട്ടത്. ഇതാണ് ഈ ദേവാലയത്തോടുള്ള, ഈ പ്രാദേശിക ആധ്യാത്മികതയിലുള്ള നമ്മുടെ ആഭിമുഖ്യം. അതുകൊണ്ട് ഗീവർഗീസ് സഹോദരന്റെ മധ്യസ്ഥതയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ക്രിയകൾ നടത്തുന്നു. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എല്ലാം 100 മടങ്ങ് ലഭിക്കും. ചിലപ്പം കുറച്ച് കുറയുന്നിരിക്കും, സങ്കടപ്പെടരുത്. കിട്ടുന്നത് ദൈവത്തിന് സ്തുതി. അല്ലെങ്കിൽ നിങ്ങൾ SSLC പരീക്ഷയോ +2 പരീക്ഷയോ കേരള സിലബസിൽ എഴുതണം. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കും. എല്ലാവർക്കും A+ ആയിരിക്കും. തോക്കുന്നത് ആര് മാത്രമാണ്? നമ്മുടെ മന്ത്രി മാത്രമാണ്. ബാക്കി എല്ലാവരും ജയിക്കും. ഓർക്കണം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഡിസൈപ്പിൾഷിപ്പ് ഓഫ് ലോയൽറ്റി, സത്യസന്ധതയുടെ അനുഭവം. ഈ പ്രാർത്ഥനയിൽ പറയുന്നത് ഇതാണ്: സത്യവിശ്വാസ ജീവിതത്തിൽ ഞങ്ങളുടെ ആയുഷ്കാലം പുണ്യപ്രവർത്തികൾ ചെയ്യുമാറാകണമേ. സത്യവിശ്വാസത്തിൽ, ഒരു ഓർത്തഡോക്സ് ജീവിതത്തിൽ. നീ ഓർത്തഡോക്സ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര വ്യാഖ്യാനങ്ങളാണ് വന്നേക്കുന്നത്. 7 നേരം പ്രാർത്ഥിക്കണം, ക്രമമായി പ്രാർത്ഥിക്കണം, ക്രമമായി നോമ്പ് നോക്കണം, ക്രമമായി പള്ളി പോണം, ക്രമമായി കുർബാന അനുഭവിക്കണം. ഇതെല്ലാം ശരിയാ. പക്ഷെ ഞാന് ഇന്നലെ ഒരു പ്രസംഗം കൊല്ലത്ത് ശാസ്താംകോട്ടയിൽ നടത്തിയുണ്ടായി. ഡോക്ടർ CT ഈപ്പൻ മെമ്മോറിയൽ പ്രഭാഷണമാണ് നടത്തിയത്. അദ്ദേഹം 1895 മുതൽ 1977 വരെ ജീവിച്ച ആളാണ്. 82 വയസ്സ്. അമേരിക്കയിൽ പോയി പഠിച്ചു, അവിടുത്തെ 2 സർവകലാശാലയിൽ. ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചു. MA, BD, STM, PhD. എനിക്ക് തോന്നിയ മലങ്കര സഭയിൽ ഇത്ര വലിയ ഡിഗ്രി നേടിയ ആദ്യത്തെ വ്യക്തിയായിരിക്കും. 1930കളിലാണ്. അവിവാഹിതനായിരുന്നു. മെത്രാച്ചനാക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞു. ആത്മത്യാഗം,
അദ്ദേഹം ശാസ്താംകോട്ടയിൽ വന്ന് താമസിച്ചു. അവിടെ 100 ഏക്കർ പണം കൊടുത്തു വാങ്ങിച്ചു. അവിടെയാണ് ബേസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജ്. അടൂര് സ്കൂളുണ്ട്, പന്നിവഴ സ്കൂളുണ്ട്. അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു വാചകം എന്നെ വല്ലാതെ ആകർഷിച്ചു. വാട്ട് ഈസ് ഓർത്തഡോക്സി? എന്താണ് ഓർത്തഡോക്സി? മുമ്പേ പറഞ്ഞ എല്ലാം ഓർത്തഡോക്സിയുടെയാണ്, സത്യവിശ്വാസത്തിൻ്റെതാണ്, പ്രാർത്ഥിക്കേണ്ടതാണ്, സീമാ നമസ്കാരം ചൊല്ലേണ്ടതാണ്. പക്ഷെ ഓർത്തഡോക്സിയെ കുറിച്ച് ഡോക്ടർ CT ഈപ്പൻ എന്ന് പറയുന്ന പ്രഗത്ഭമതിയായ വേദശാസ്ത്രജ്ഞൻ പറയുകയാണ്, ഞാൻ വായിക്കുകയാണ്: ഓർത്തഡോക്സി സത്യവിശ്വാസം മാത്രമല്ല, ഓർത്തഡോക്സി സത്യമായ സന്മാർഗബോധമാണ്. സത്യമായ സന്മാർഗബോധമാണ്. ഈ സന്മാർഗബോധം എന്നൊക്കെ പറയുന്നത് എത്തിക്കൽ, ധാർമ്മികമായ, സന്മാർഗികമായ, വിശ്വസ്തമായ, മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ വിശ്വസ്തതയുടെ, സത്യസന്ധതയുടെ ഒരു വിശ്വാസ ജീവിത രീതിയാണ്. നമുക്ക് പ്രാർത്ഥനയെ കുറിച്ച് പറയാൻ എളുപ്പമാ, നോമ്പിനെ കുറിച്ച് പറയാൻ എളുപ്പമാ, ഉപവാസത്തെ കുറിച്ച് പറയുവാൻ എളുപ്പമാ. ഇതൊക്കെ ഈസിയായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാ. 7 നേരം ഈസിയായി പ്രാർത്ഥിക്കാം, എല്ലാ കുർബാനകളിലും ഈസിയായി വന്ന് പങ്കെടുക്കാം, എല്ലാ കുർബാനകളിലും ഈസിയായി വന്ന് ഊസോയെ പ്രാപിക്കാം, കുർബാന അനുഭവിക്കാം. ഇതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ശീലങ്ങൾ. നല്ലതാണ്, അതൊക്കെ ചെയ്തോണം. പക്ഷേ ഈ വ്യാഖ്യാനത്തിൽ പറയുന്നത് കൃത്യമാണ്. ഓർത്തഡോക്സി സത്യവിശ്വാസത്തോടൊപ്പം സത്യമായ സന്മാർഗബോധമാണ്. ധാർമ്മികമായി, നീതിപൂർവം, സത്യസന്ധതയോടെ, വിശ്വസ്തയോടെ ജീവിക്കുന്ന അനുഭവമാണ്. അദ്ദേഹം ഒരു ചെറിയ എക്സാമ്പിളാണ് പറയുന്നത്. ഓർത്തഡോക്സി എന്ന് പറയുന്നത് ഒരു വജ്രം പോലെയാണ്. വജ്രം കണ്ടിട്ടുണ്ടോ? അതിനെത്ര വശങ്ങളുണ്ട്? എണ്ണി നോക്കണം. പല പല വശങ്ങളുണ്ട് വജ്രത്തിന്. അദ്ദേഹം പറയാണ്, ഓർത്തഡോക്സി പല വശങ്ങളുള്ള ഒരു വജ്രമാണ്. അത് പുതിയ പുതിയ സത്യങ്ങളെ വെളിപ്പെടുത്തുന്നു. ഒരു സൈഡിൽ നോക്കുമ്പോൾ ഒരു രീതിയിൽ, വേറെ സൈഡിൽ കൂടെ നോക്കുമ്പോൾ വേറെ രീതിയിൽ. ഞാനിവിടെ വികാരിയായിട്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള ചില ഫോട്ടോസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നേരെ നോക്കിയാൽ യേശു ക്രിസ്തു, ഇച്ചിരി മാറി നോക്കിയാൽ ഗീവ്രീസത, അല്പം കൂടെ മാറിയാൽ പരമല തിരുമേനി, ദൈവമാതാവ്. ചിലരെങ്കിലും വീട്ടിൽ ആ ഫോട്ടോ കാണുമായിരിക്കും. ഫാഷൻ കൂടി ഇതൊക്കെ എടുത്ത് തോട്ടിലെറിയത്തില്ല. ഒന്നും ചെയ്യരുത്. നോക്കണം, ഇതാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ചിലപ്പം നമ്മുടെ എണ്ണക്കാട് ജെയിംസ് ഇതൊക്കെ ചേർത്ത് പുതിയ കഥാപ്രസംഗം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടാക്കി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഒരു വജ്രം പോലെയാണ് ഓർത്തഡോക്സി എന്ന് പറയുന്ന. ഒരു വജ്രത്തിന് സമമാണ്. അതിന് വിവിധ വശങ്ങളാണ്. അത് വ്യത്യസ്തങ്ങളായ അർത്ഥതലങ്ങൾ നൽകുന്നു, സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, ഓർത്തഡോക്സി പഴഞ്ചനല്ല, അതെപ്പോഴും പുത്തനും ജീവനും വളരുന്നതുമാണ്. ഓർത്തഡോക്സി പുത്തനാണ്, ജീവനുള്ളതാണ്, വളരുന്നതാണ്. ഈ ഓർത്തഡോക്സിയെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഇതെല്ലാം രൂപപ്പെടുത്തുവാൻ പറ്റുന്നത് ഈ ഗീവർഗീസയുടെ പെരുന്നാളിലാണ്. നോക്കിയേ, 25 വർഷം മുമ്പ് ഇതുപോലെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഓരോ പെരുന്നാളിലും നമ്മൾ ഓരോരോ ഐറ്റംസ് ചേർക്കും. പുതിയതാണ്. ഓർത്തഡോക്സി പുതിയതാണ്, ഓർത്തഡോക്സി ജീവനുള്ളതാണ്, ഓർത്തഡോക്സി ചൈതന്യവത്താണ്. ഓരോ പെരുന്നാളിലെ നോട്ടീസ് നോക്കിയാൽ മതി. പുതിയ 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 അർത്ഥതലങ്ങൾ, വശങ്ങൾ ഒക്കെ നൽകുന്നു. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതൊക്കെ ഏറ്റവും നല്ലതും മനോഹരവുമാണ് എന്ന് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കണം. അതുകൊണ്ട് ഈ വേദഭാഗം നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത് അതാണ്. ഈ സത്യവിശ്വാസത്തിന്റെ ഒരു ശിഷ്യത്വം നമുക്ക് ലഭിക്കുമോ? സത്യസന്ധതയുടെ ഒരു ശിഷ്യത്വം നമുക്ക് ലഭിക്കുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് വീണ്ടും നമ്മുടെ ഈ പ്രാർത്ഥനയ്ക്ക് അത് പറയുന്നുണ്ട്. വിശ്വാസ പോരാട്ടങ്ങൾക്ക് ഉത്തമ ദൃഷ്ടാന്തവും
സഭാപ്രവർത്തകർക്ക് ശക്തമായ പ്രചോദനവുമാകുന്നു. ഇന്ന് സന്ധ്യയ്ക്ക് വായിച്ച പ്രാർത്ഥനയാണ്. എനിക്ക് ഗീവ്രീസാദയുടെ പെരുന്നാളിന് മാത്രമേ ഈ പ്രചോദനം ലഭിക്കുന്നുള്ളൂ. നമ്മുടെ പിതാക്കന്മാർ ഭംഗിയായിട്ട് എഴുതിയിരിക്കുന്നത് വിശ്വാസ പോരാട്ടങ്ങൾക്ക്. ഗീവ്രീസാദ നാടിന്റെ പെരുന്നാളാണ്, ദേശത്തിലെ പെരുന്നാളാണ്, സംസ്കാരങ്ങളുടെ സമന്വയമാണ്. എല്ലാവരും അതിൽ പങ്കുചേരുന്നു. ചെമ്പെടുപ്പ് എന്നൊരു പ്രത്യേകമായ ആഘോഷം നമുക്കറിയാം. അതിന്റെ തുടക്കം ഞാൻ ഇവിടെ ഇരുന്നപ്പോഴാണ്. പക്ഷെ ഇപ്പോൾ അത് വളരെ ആഘോഷകരമായി അല്പം സാമ്പത്തിക ലാഭവും നമുക്കുണ്ടാകുന്നു. അതിലുപരി നാനാജാതി മതസ്ഥർക്ക് പങ്കുചേരുവാനും ദൈവകൃപയെ ആർജിക്കുവാനും, അതുകൊണ്ടാണ് പറയുന്നത് വിശ്വാസ പോരാട്ടങ്ങൾക്ക് ഉത്തമ ദൃഷ്ടാന്തവും സഭാപ്രവർത്തകർക്ക് ശക്തമായ ആവേശവുമാകുന്നു. ചെമ്പെടുപ്പ്, കൊടിമരം എന്തൊരാവശ്യമാണ്. അത് വേണം, ശക്തിപ്പെടണം, കൂടുതൽ ശക്തിപ്പെടണം. അതാണ് ആ വജ്രത്തിലെ പോലെ വിവിധ വശങ്ങൾ അതിനകത്തുണ്ടാകുന്നത്. ഒരു പ്രാർത്ഥനയുടെ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം ഗീവ്രീസാദയുടെ പെരുന്നാളിന്റെ സമാപന പ്രഭാഷണമായതുകൊണ്ട് ഈ ഗീവ്രീസാദയുടെ ജീവിത സാക്ഷ്യവുമായി ബന്ധപ്പെടുത്തി തന്നെ പ്രാർത്ഥനകളിൽ കൂടി രൂപപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് വളരെ മനോഹരമാണ്. പ്രാർത്ഥനയിൽ പറയുന്നു, സന്ധ്യാരാധനയില പറയുന്നത്, ആകൽക്കർസായുടെ മുള്ളിന്റെ മൂർച്ചയെ കെടുത്തിയ മാർ ഗീവർഗീസേ നിനക്ക് സമാധാനം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനയാ. ആകൽക്കർസായുടെ പിശാചിന്റെ മുള്ളിന്റെ മൂർച്ചയെ കെടുത്തിയ ഗീവർഗീസേ നിനക്ക് സമാധാനം. എന്തൊരു ശക്തമാണ്, എന്തോ ഒരു മൂർച്ചയാണ്. മുള്ളിന്റെ മൂർച്ച നമ്മുടെ ശരീരത്തിലേക്കൊക്കെ വന്ന് കുത്തുന്നത്. എത്രയോ മുള്ളിന്റെ മൂർച്ചകളിൽ കൂടിയാണ് നമ്മൾ നടന്നു പോയിട്ടുള്ളത്. എത്രയോ മുള്ളിന്റെ മൂർച്ചകളാണ് നമ്മളെ കുത്തി മുറിവേൽപ്പിച്ചിട്ടുള്ളത്. സാമൂഹ്യ ജീവിതത്തിൽ, സഭാ ജീവിതത്തിൽ, നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ നമ്മളെ ഇങ്ങനെ മുറിവേൽപ്പിക്കുകയാണ്. അതാണ് ഈ പെരുന്നാളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ആകൽക്കർസായുടെ മുള്ളിന്റെ മൂർച്ചയെ കെടുത്തിയ പുണ്യവാനേ നിനക്ക് സമാധാനം. ശാന്തമായി ഓർക്കണം, നമ്മളെയൊക്കെ മുറിവേൽപ്പിക്കുന്നവര് അധികാരവർഗങ്ങളാവാം, രാഷ്ട്രീയ വർഗങ്ങളാവാം, വർഗീയ വർഗങ്ങളാവാം, സാംസ്കാരിക സംഘങ്ങളാവാം, നമുക്കറിയുകയില്ല. മുറിവേറ്റ് കഴിയുമ്പോഴാണ് അറിയുന്നത് ഞാൻ വേട്ടയാടപ്പെട്ടു എന്നുള്ളത്. മുറിവേറ്റ് കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അയ്യോ ഞാൻ ഇരയായി തീർന്നല്ലോ എന്നുള്ളത്. ഇവിടെയാണ് ഗീവർഗീസ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഞാൻ വല്ലപ്പോഴും ഒക്കെ ശക്തമായി നേരെ നിൽക്കുന്നത്. ഇതേപോലെയുള്ള വലിയ പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ കണ്ണുകളടച്ച് ധ്യാനിച്ച് ഗീവർഗീസ് സഹോദരനോട് പറയും, ഇതാ വരുന്നുണ്ട് അനേക ബാണങ്ങൾ, ക്രൂരമായ അമ്പുകൾ, അവിടുന്ന് തടഞ്ഞേക്കണമേ. നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഗീവർഗീസ് ശൂലമുയർത്തി തിന്മയെ നിഗ്രഹിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ ആക്രമണങ്ങളെയും പ്രത്യാക്രമണങ്ങളാക്കി തീർക്കും. അത് ഞാൻ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ഗീവർഗീസ് സഹോദരന്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ച് ജീവിതം തിരിച്ചു കിട്ടിയ കൂട്ടത്തിലാണ്. നിങ്ങൾക്കറിയാം ആ സാക്ഷ്യം. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് വളരെ ശക്തമായി പറയാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വലിയ സംഘർഷം ഉണ്ടാകുമ്പോൾ ഈ ഓർത്തഡോക്സ് വേദശാസ്ത്രത്തിന്റെ മൂർധന്യൊന്നും എനിക്കില്ല. പരിശുദ്ധ ത്രിത്വമേ എന്നെ അനുഗ്രഹിക്കണമേ എന്നൊന്നും ആരും പറയാറില്ല. നമ്മുടെയൊക്കെ കൊച്ചു കൊച്ചു ആധ്യാത്മികതയുള്ളത്. പരിശുദ്ധ പരിമല തിരുമേനി, ദൈവമാതാവേ, പരിശുദ്ധനായ ഗീവർഗീസ് സഹദായേ, ഇത്രയൊക്കെയുള്ള ആധ്യാത്മികത. ബാക്കിയെല്ലാം ബുദ്ധിപരമാണ്, പരീക്ഷ എഴുതാനുള്ളതാ, പുസ്തകം എഴുതാനുള്ളതാ. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വലിയ പ്രതിസന്ധികളിൽ, രോഗങ്ങളുടെ നടുവിൽ, അത്യാപത്തുകളുടെ നടുവിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആധ്യാത്മികതയുടെ സങ്കേതം ഗീവർഗീസ് സഹദാ എന്ന വലിയ ശക്തിയാണ് എന്ന് ഓർപ്പിക്കുകയാണ്. വീണ്ടും ഈ വേദഭാഗം നമ്മോട് ആവശ്യപ്പെടുന്നത്
നിങ്ങൾ ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ? സ്വന്തം കുരിശ് വഹിക്കാതെ എന്റെ പിന്നാലെ വരുന്നവർക്ക് എന്റെ ശിഷ്യനാകുവാൻ സാധ്യമല്ല. എന്റെ കർത്താവേ, എനിക്കൊരാഗ്രഹമുണ്ട്, അങ്ങയുടെ ശിഷ്യനാകണമെന്ന്. അങ്ങയുടെ ശിഷ്യനാകണമെങ്കിൽ സത്യസന്ധതയുടെ ശിഷ്യത്വം ഞാൻ ഏറ്റെടുക്കണമെന്ന് മനസ്സിലാക്കി. അങ്ങയുടെ ശിഷ്യനാകണമെങ്കിൽ we need discipleship of commitment. കമ്മിറ്റ്മെന്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? a pledge to do something in the future. ഭാവിയിൽ ഞാൻ ഇന്നത് ചെയ്യും. ഇതാണ് കമ്മിറ്റ്മെന്റ്. ഞാൻ സിവിൽ സർവീസ് പരീക്ഷ എഴുതും, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാവും. നമുക്ക് ഈ കമ്മിറ്റ്മെന്റ് വേണം. അതൊരു പ്ലഡ്ജാണ്, ഒരു വിഷനാണ്. 93 വർഷമായി പെരിങ്ങലിപ്പുറം പള്ളി വന്നിട്ട് എത്രാം വർഷം പള്ളി പണിഞ്ഞ് പൂർത്തീകരിക്കും? വി നീഡ് എ പർട്ടിക്കുലർ വിഷൻ, വി നീഡ് എ പ്ലഡ്ജ്. പ്ലഡ്ജ് എന്ന് വെച്ചാൽ എന്തുവാ? പ്രതിജ്ഞ. അല്ലാതെ പ്രയാസങ്ങൾ കാണും, പൈസ കൊടുക്കേണ്ടി വരും, അതാണല്ലോ പ്രശ്നം. ഞാൻ 3 പള്ളി പണിയുമായിട്ട് ബന്ധം എനിക്കുണ്ട്. ഒന്ന് ആലാപ്പള്ളി, ഇതിൽ കൂടി കേൾക്കുക. അവിടെ ഞാൻ സഹവികാരിയായിരുന്നു, കല്ലിട്ടു. ഞാൻ പല പള്ളിയിൽ പോയി. ഞാൻ ഈ ഇടവകയിൽ വന്നപ്പോഴും അതിൻ്റെ പണി തീർന്നില്ല. പെരിങ്ങലിപ്പുറം പള്ളിക്കാരും ആലാപ്പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്തു. ഞാൻ തന്നെ വന്ന് പിരിച്ചതാണ്. രണ്ടാമത്തെ പള്ളി കുറിച്ചുമുട്ടം പള്ളിയാണ്. മൂന്നാമത്തെ പള്ളി എൻ്റെ സ്വന്തം പള്ളിയാണ്, അർത്തിൽ സെന്റ് ജോർജ് മഹാ ഇടവക. ഈ 3ഇടത്തും പള്ളിപണിക്ക് തർക്കങ്ങളുണ്ടായിരുന്നു, വാദങ്ങളുണ്ടായിരുന്നു. എല്ലാ വാദവും ശരിയാ, എല്ലാം ശരിയാ. പക്ഷെ പള്ളിപണിയൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ വാദിച്ചവരും പ്രതികരിച്ചവരും എല്ലാം ആരായി? ഒറ്റക്കൈയായി. പാവം ഞാൻ ഔട്ട്, വികാരി ഔട്ട്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ പള്ളിയിൽ പോരുമ്പോൾ ചിലർ പറയുന്നത് കേൾക്കാം, കൊച്ചു പിള്ളേർ, അന്ന് അവർ ജനിച്ചിട്ടൊന്നുമില്ല, ഞാനൊരു വയസ്സനുമായി, ഞങ്ങളുടെ പള്ളിയാണ്, ഞങ്ങളുടെ പള്ളിയാണ്. അതുകൊണ്ട് ഭാവിയിൽ ഞാൻ വടിയൊക്കെ ഇടിച്ച് ഇവിടെ വരുമ്പോൾ എനിക്ക് കേൾക്കാൻ കഴിയണം, ഞങ്ങളുടെ പള്ളി മനോഹരമായ പള്ളി. ഒരു പേരൊക്കെ വാങ്ങിച്ചു കൊടുക്കണം, വല്ല കത്തീഡ്രലോ. കാര്യം മാനേജിങ് കമ്മിറ്റി അങ്ങ് ആകുമ്പോൾ അതൊക്കെ പറ്റും. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. വി നീഡ് എ ഡിസൈപ്പിൾഷിപ്പ് ഓഫ് കമ്മിറ്റ്മെന്റ്. നമുക്കത് ഉണ്ടാവണം. അടുത്ത 5 വർഷം ഞാൻ എന്ത് ചെയ്യും? അടുത്ത 10 വർഷം എന്താണ് പ്രോജക്ട്? സഭയ്ക്കുണ്ടാവണം, സ്ഥാപനങ്ങൾക്കുണ്ടാവണം, കുടുംബത്തിനുണ്ടാവണം. അതൊക്കെ അങ്ങ് പോയി. ഗവൺമെന്റിനുണ്ടാവണം. അതാണ് നെഹ്റുവിന്റെ കാലത്ത് പഞ്ചവത്സര പദ്ധതി ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് ഈ ഭദ്രാസനങ്ങൾക്കായാലും സഭകൾക്കായാലും സ്ഥാപനങ്ങൾക്കായാലും പള്ളികൾക്കായാലും ഭവനങ്ങൾക്കായാലും വി നീഡ് എ പ്രോജക്ട്. ഒരു പദ്ധതി ഉണ്ടാവണം, പ്രതിബദ്ധതയുടെ ശിഷ്യത്വം. അതാണ് ആ പ്രതിബദ്ധതയുടെ ശിഷ്യത്വം എന്ന് പറയുന്നത്. വി നീഡ് എ വില്ലിംഗ്നെസ് ടു ഗീവ് യുവർ ടൈം. നിങ്ങളുടെ സമയം കൊടുക്കുവാൻ കഴിയണം, ആൻഡ് എനർജി. നിങ്ങളുടെ ആരോഗ്യം കൊടുക്കുവാൻ കഴിയണം. ആരോഗ്യമുള്ളപ്പോൾ വല്ലതൊക്കെ ചെയ്യുക. അനുഭവത്തിൽ നിന്നാ പറയുന്നത്. ചിലപ്പം ദാ കിടക്കുന്നു, പൊക്കിയെടുത്ത് പരമല കൊണ്ടുപോകും, അവിടെ ഇവിടെയും കുഴലി വെക്കും. എന്നിട്ട് ഡോക്ടർ പറയും 3 ബ്ലോക്ക് ഉണ്ട്. അവിടെ കിടന്നാണ് നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നത്. എന്തുവാ പ്രാർത്ഥിക്കുന്നത്? സങ്കീർത്തനത്തിലൊരു വാക്യം ഞാൻ അന്ന് പ്രാർത്ഥിക്കേണ്ടി വന്നു. പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനായിട്ട് പ്രയാസമായിരുന്നു. അവിടെ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്. 61 സങ്കീർത്തനം 2. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിലവിളിക്കും. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ. എന്റെ ഹൃദയം ക്ഷീണിച്ചു പോയി, നിങ്ങൾക്കറിയാം. നിങ്ങളിൽ ചിലരുടെ ഹൃദയം ക്ഷീണിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ
ഈ കൊച്ചു സങ്കീർത്തനമായപ്പോൾ 5ലും 6ലും 7ലും ഒക്കെ പഠിക്കുമ്പോൾ പെട്ടെന്ന് ചാടി വായിക്കുന്ന വേദഭാഗമാണ് 61. അർത്ഥമൊന്നും മനസ്സിലായിട്ടില്ല. ICU കിടന്നപ്പോഴാണ്, ഓപ്പറേഷൻ ടേബിളിൽ കിടക്കാൻ പോയപ്പോഴാണ് അറിയുന്നത് എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ. വല്ലപ്പോഴൊക്കെ നമ്മുടെ ഹൃദയം ക്ഷീണിക്കട്ടെ, ആരോഗ്യം നഷ്ടപ്പെടട്ടെ, നമുക്കൊന്ന് നിലവിളിക്കാം. അതുകൊണ്ട് ഈ ആരോഗ്യമുള്ള സമയത്ത്, ജ്ഞാനമുള്ള സമയത്ത്, കാഴ്ചയുള്ള സമയത്ത് എന്ത് വേണം? ഒരു പ്രതിബദ്ധത വേണം. ശിഷ്യത്വത്തിന്റെ പ്രതിബദ്ധത എന്ന് പറയുന്നത് പ്രതിബദ്ധതയുടെ ശിഷ്യത്വം, കുരിശിന്റെ ശിഷ്യത്വം, ഇത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഗീവ്രഗീസ് സഹദ നമുക്കറിയാം 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു. വ്യത്യസ്തങ്ങളായ കഥകളുണ്ട്, വ്യത്യസ്തങ്ങളായ പേരുകളുണ്ട്, പലതരത്തിലുള്ള ചിത്രങ്ങളുണ്ട്. എടത്വാപ്പള്ളിയിൽ വ്യത്യസ്തമായ ഗീവ്രഗീസ് സഹദ, പറവമ്പള്ളിയിൽ വേറൊരു ഗീവ്രഗീസ് സഹദ, പെരിങ്ങലപ്പുറം പള്ളിയിൽ മനോഹരമായ ഒരു ഗീവ്രഗീസ് സഹദ. നെറ്റിൽ സെർച്ച് ചെയ്യാമെങ്കിൽ വ്യത്യസ്തങ്ങളായ ഗീവ്രഗീസ് സഹദയുടെ ചിത്രം ലഭിക്കും. ഏത് ചിത്രമെങ്കിലും ആയിക്കൊള്ളട്ടെ, നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്, ആ ചിത്രത്തിൽ നിൽക്കുന്ന ആ വലിയ സ്വത്വമാണ് ഗീവ്രഗീസ് സഹദ. അശ്വാരൂഢനായിരിക്കുന്നവൻ, ഒരു പ്രതിബദ്ധതയുടെ അടയാളം, സാമൂഹിക പ്രതിബദ്ധതയുടെ അടയാളം. ഒരു ഗ്രാമം മുഴുവനും ഭീതിയിലാണ്ടു, നാടും നഗരവും തകർക്കപ്പെടും. കുട്ടികളും ഓരോരുത്തരായി ഇതിനിരയായിത്തീരും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായാൽ നമുക്ക് സങ്കടം വരത്തില്ലയോ? ഓർക്കണം, ലിഡ എന്ന ഗ്രാമത്തിൽ ഗീവ്രഗീസ് നേരിട്ട വലിയ വലിയ ബുദ്ധിമുട്ടുകൾ. വലിയ പട്ടാളക്കാരൻ, വിശ്വസ്തനായ പട്ടാളക്കാരൻ യാത്ര ചെയ്തു വന്നപ്പോഴാണ് മഹാസർപ്പം, ഭീകര സർപ്പം, പ്രാർത്ഥനകളൊക്കെ പറയുന്നുണ്ട്, ചിറകുള്ള സർപ്പം, വിഷം ചീറ്റുന്ന സർപ്പം, പറക്കുന്ന സർപ്പം. ഈ വിശേഷങ്ങളൊക്കെ ഞാൻ പറയുന്നില്ല. ഇതെല്ലാം കേട്ടിട്ട് രാത്രി കുട്ടികളെല്ലാം ചാടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ വികാരിയച്ഛന് പണിയാവും. ഗീവ്രഗീസ് സഹദയെ കുറിച്ച് പറയുന്ന ആ വാക്കുകളൊക്കെ എങ്ങനെയാണ്? ആ സർപ്പം വിഷം ചീറ്റുന്ന, വിഷം തുപ്പുന്ന. നമ്മുടെയൊക്കെ മുന്നിൽ അതുപോലൊക്കെ ചില സർപ്പങ്ങളൊക്കെ ഉണ്ട്. വിഷം തുപ്പുന്ന, വിഷം ചീറ്റുന്ന, പറക്കുന്ന, ചിറകുകളുള്ള, വ്യത്യസ്തമായ ആകാര സ്വരൂപമുള്ള ഒരു മഹാസർപ്പത്തെ ഈ ഗീവ്രഗീസ് സഹദ ശൂലമുയർത്തി കുത്തുകയാണ്. ആ നാടിന്റെ പ്രതിബദ്ധത, ആ നാടിനുള്ള പ്രതിബദ്ധത, ആ ദേശത്തോടുള്ള പ്രതിബദ്ധത, അതാണ് നമ്മൾ ഓർക്കേണ്ടത്. എങ്ങനെ കുത്താൻ പറ്റിയത്? തന്റെ അധികാരം, തന്റെ സൗന്ദര്യം. ഈ ഗീവ്രഗീസ് സഹദയ്ക്ക് എത്ര വയസ്സ് കാണുമായിരിക്കും? എത്ര വയസ്സ് പറഞ്ഞാലും എനിക്ക് കണ്ണിക്കാൻ പറ്റത്തില്ല. ചരിത്രത്തിൽ പല വയസ്സും പറയുന്നുണ്ട്. എങ്കിലും 10 23 വയസ്സുള്ള ഒരു നല്ല യുവ കോമളനായിരുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ പറയുന്നത് വായിക്കാം. സന്ധ്യാരാധനയിലെ പ്രാർത്ഥനയാണ്. ഇന്ന് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് എഴുതിയേക്കുന്നത്. അപ്പോഴാണ് അറിഞ്ഞത് ഇവാന്യൂസ് മീഡിയയുടെ ലൈവ് ഉണ്ടെന്ന്. പ്രാർത്ഥന ഇങ്ങനെയാണ്: കർത്താവേ, നിന്നിൽ പരിപൂർണമായി വിശ്വസിക്കുകയും തൻ്റെ ഉദ്യോഗത്തെയും ആദായത്തെയും ബഹുമാനത്തെയും സ്വന്തം കാര്യത്തെയും സകലത്തെയും ഉപേക്ഷിച്ച് നിന്നെ പിന്തുടരുന്ന വിശുദ്ധ ഗീവ്രഗീസേ, നിനക്ക് സമാധാനം. എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞിരിക്കുന്നത്. ഈ സാമൂഹിക പ്രതിബദ്ധത ഗീവ്രഗീസിന് എങ്ങനെയാണ് ഉണ്ടായത്? നമുക്കെന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത്? എന്തുകൊണ്ടാണ് ഡിസൈപ്പിൾഷിപ്പ് ഓഫ് കമ്മിറ്റ്മെന്റ്, പ്രതിബദ്ധതയുടെ ശിഷ്യത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാത്തത്? ഈ പെരുന്നാളിൽ കുരിശ് പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ, മുത്തുക്കുടകൾ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ, മന്ദം യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു പ്രതിബദ്ധതയെക്കുറിച്ചുള്ള ഓർമ്മ വരണം. പ്രാർത്ഥനയിൽ പറയുന്നു: കർത്താവേ, നിന്നിൽ പരിപൂർണമായി വിശ്വസിക്കുകയും തൻ്റെ ഉദ്യോഗത്തെയും
ചിലയിടത്തൊക്കെ നമ്മൾ എന്താ ഒന്നും മിണ്ടാത്തത്? ഇന്ന് സഭയുടെയും രാജ്യത്തിൻ്റെ ഒക്കെ വലിയ പ്രശ്നം ശക്തമായി നേരെ നിന്ന് പറയുവാൻ ആർജവമുള്ള നേതാക്കന്മാര് പോയി, വ്യക്തികൾ പോയി, പ്രസ്ഥാനങ്ങൾ പോയി. എനിക്ക് സന്തോഷമുണ്ട് നമ്മുടെ വികാരി അച്ഛനെ കുറിച്ച്. വളരെ ഭംഗിയായി അദ്ദേഹം, നമ്മൾ കൊച്ചുവാക്കിലെ അച്ഛനെ പറയുന്നത്, ഇപ്പം പറയുന്ന പേര് ഏവൂരച്ഛൻ എന്നാ. ഞാൻ അങ്ങനെ പറഞ്ഞോട്ടെ. ഏവൂരച്ഛൻ നേരെ നിന്ന് പറയുവാനായിട്ട് അച്ഛന് കഴിയും. നമ്മുടെ വലിയ MA-യും BD-യും MPhil-ഉം PhD ഒക്കെ പരാജയപ്പെടുന്ന എപ്പോഴാണെന്നറിയാമോ? ഈ ഗേബ്രിയേൽ പോലെ നേരെ നിൽക്കുവാനുള്ള ആർജവം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഒരു പരാജയമാണ് ഞാൻ. പല സന്ദർഭങ്ങളിലും ഞാൻ പരാജയമായി പോകുന്നു. ഞാൻ മാത്രമല്ല, നമ്മളീ പലരും. പക്ഷെ നമ്മൾ ആശ്വാസം കൊള്ളുന്നത് നമുക്ക് വേണ്ടി നേരെ നിൽക്കുകയും കുന്തമെടുത്ത് കുത്തുവാനുള്ള ശക്തി നേടുകയും ചെയ്ത ഗീവർഗീസ് നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ പറയുന്നത്, കർത്താവേ, നിന്നിൽ പരിപൂർണമായി വിശ്വസിക്കുകയും സ്വന്തം ഉദ്യോഗത്തെയും, ഉദ്യോഗം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും? ആദായത്തെയും. ഉദ്യോഗവും ആദായവും ഉണ്ടെങ്കിൽ എന്ത് ലഭിക്കും? ബഹുമാനത്തെയും. ഉദ്യോഗവും ആദായവും ബഹുമാനവും ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാം. സ്വന്തം കാര്യത്തെയും സകലത്തെയും ക്രിസ്തുവിന് വേണ്ടി ഉപേക്ഷിച്ച് ശൂലമെടുത്ത് ആ മഹാസർപ്പത്തെ നിഗ്രഹിക്കുവാനുള്ള ആർജവമുണ്ടായി. സ്വന്തം ജീവൻ വെടിഞ്ഞ് തനിക്കുണ്ടാകുന്ന എല്ലാത്തിനെയും പരിത്യജിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് ഓർക്കണം. ഈ പ്രതിബദ്ധത നമുക്കുണ്ടോ? പ്രാർത്ഥനയിൽ ഒന്നുകൂടി പറയാം. ഇപ്പം ഞാൻ വായിച്ചു കേട്ടത് ഗീവർഗീസ് പ്രത്യേകമായ പ്രാർത്ഥനയുടെ പ്രഭാത നമസ്കാരത്തിന്റെ ശ്ലൂസയാണ്. സന്ധ്യാനമസ്കാരത്തിൽ ഒരു പ്രാർത്ഥന കൂടി പറയാം. വിശുദ്ധ ഗീവർഗീസ് മധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ശാന്തിയും സുഭക്ഷിതയും ഫലസമൃദ്ധിയും നൽകണമേ. നമ്മുടെ ചില പ്രാർത്ഥനകൾ ഇങ്ങനെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാ. വിശുദ്ധ ഗീവർഗീസ് മധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ശാന്തിയും സുഭക്ഷിതയും ഫലസമൃദ്ധിയും നൽകണമേ. ഈ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശാന്തിയുണ്ടോ? സ്വസ്ഥതയുണ്ടോ? കുടുംബസമാധാനമുണ്ടോ? മക്കളെ ഓർത്ത് ആഹ്ലാദമുണ്ടോ? ഭാവിയെ ഓർത്ത് സന്തോഷമുണ്ടോ? സ്വന്തം ആരോഗ്യത്തെ ഓർത്ത് സംതൃപ്തിയുണ്ടോ? ബാക്കിയെല്ലാം അങ്ങ് മറക്കാം. സ്വന്തം ആരോഗ്യത്തെ ഓർത്ത് സംതൃപ്തിയുണ്ടോ? സുഭക്ഷിതത്വമുണ്ടോ? നല്ലൊരു വാക്കാ. ഞാൻ ഈ വാക്ക് തെരഞ്ഞു നടന്നതാ. പ്രോസ്പെരിറ്റി, അതിന്റെ നല്ല ട്രാൻസ്ലേഷൻ. സുഭക്ഷിതകാലം, ഫലസമൃദ്ധി. ഈ 2024 ഇഷ്ടം മുഴുക്ക് മാങ്ങ കഴിച്ചോ? ചക്ക ഇട്ട് പഴിപ്പിച്ചു തിന്നോ? പല വൃക്ഷങ്ങൾ വിളയിച്ചോ? കാലം മാറി, കാലാവസ്ഥാ വ്യതിയാനം വന്നു, സ്ത്രീ സമാജങ്ങൾ മാറ്റിവെച്ചു, വേല് കൂടിയതുകൊണ്ട് വെള്ളിയാഴ്ച പ്രാർത്ഥന മാറ്റിവെച്ചു പല പള്ളിയിലും. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇതാണ്, വിസർഗീവസാധാരണ മധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ശാന്തിയും സുഭക്ഷിതയും ഫലസമൃദ്ധിയും നൽകണമേ. അടുത്ത വരിയുടെ കേൾക്കുക. മഴയും മഞ്ഞും യഥാസമയം ലഭിക്കണമേ. ഇത് വലിയ സൈക്കിളാ. കാലവർഷം, വേനൽ, മഞ്ഞ്. ഇന്ന് വേനൽ എവിടാ? മഴ എവിടാ? വെള്ളപ്പൊക്കം എവിടാ? പഠനങ്ങൾ പറയുന്നത് 2018 ഓർമ്മയുണ്ടോ? എല്ലാവർക്കും ഓർമ്മയുണ്ട്. വലിയ മഹാപ്രളയം ഇങ്ങ് കിഴക്കൂന്നിങ്ങ് വന്ന് പെരിക്കരിപ്പുഴം, എണ്ണക്കാട് പ്രദേശം എല്ലാം കയറി. നമ്മളൊക്കെ വിചാരിച്ചു, ഓ ഞങ്ങൾ
വി ആർ പെരിങ്ങലിപ്പുറം പീപ്പിൾ. ദാ വരുന്നു വെള്ളം. ഇന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം, പ്രത്യേകം അപേക്ഷിക്കണം. UAE, നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ, എന്തൊരു സങ്കടമാണ്. ഇവിടേക്കാണെങ്കിൽ വെള്ളം ഒഴുകിപ്പോകാനൊക്കെയുള്ള സ്ഥലമുണ്ടാവും. അതിജീവിക്കാനുള്ള കർമ്മപദ്ധതികൾ നമുക്കറിയാം. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ കാറിനും വാഹനത്തിനും ഒക്കെ ഫ്ലഡ് ഇൻഷുറൻസ് ഉണ്ട്. വെള്ളപ്പൊക്കത്തിൽ വീണാൽ അതിജീവിക്കുവാനുള്ള ഇൻഷുറൻസ് ഉണ്ട്, നമ്മൾ എടുത്തിട്ടുണ്ട്. അവിടെ അതില്ല. കാര്യം അവിടെ വെള്ളമില്ല, മഴയില്ല. പ്രകൃതിയിലൊരു മാറ്റമേ. നമ്മുടെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, കുടുംബങ്ങൾ എന്തൊരു സങ്കടത്തിലാണ്. ഞാൻ എല്ലാവരെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. നമ്മുടെ വിദേശ രാജ്യത്ത് പ്രളയത്തിൽ ബുദ്ധിമുട്ടുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും, എല്ലാ മക്കളെയും, എല്ലാ സഹോദരങ്ങളെയും, എല്ലാ ജാതിഭേദമന്യേ എല്ലാവരെയും ദൈവസന്നിധി സമർപ്പിക്കുകയാണ്. കാര്യം ഗീവറീസാദയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: മഴയും മഞ്ഞും യഥാസമയം ഞങ്ങൾക്ക് നൽകണമേ. സമയം വിട്ട് വേണ്ട, അധികരിച്ച് വേണ്ട, കൃത്യമായി മാത്രം മതി. വീണ്ടും ആ പ്രാർത്ഥനയിൽ പറയുന്നു: പ്രകൃതിക്ഷോഭത്തിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ, പ്രകൃതിക്ഷോഭത്തിൽ നിന്നും കാത്തുകൊള്ളണമേ. ഗീവറീസാദയുടെ പെരുന്നാളിന്റെ സമാപനത്തിൽ നമ്മുടെ പ്രാർത്ഥന ഇതാണ്: നിങ്ങളൊരു നല്ല ശിഷ്യനായിരിക്കുമ്പോൾ, ഞാൻ നല്ലൊരു ശിഷ്യനായിരിക്കുമ്പോൾ, പ്രാർത്ഥനയെല്ലാം ചൊല്ലിക്കൂട്ടി ആരോടും ബന്ധമില്ലാതെ ദൈവത്തെ മാത്രം നോക്കിയിരിക്കുക എന്നുള്ളതല്ല. എൻ്റെ കണ്ണുകൾ ദൈവത്തെങ്കിലേക്കും എൻ്റെ കണ്ണുകൾ മനുഷ്യ സമൂഹത്തിലേക്കും നോക്കുവാൻ കരുത്തുണ്ടാകുമ്പോഴാണ് എൻ്റെ സാമൂഹിക പ്രതിബദ്ധത ശക്തിപ്പെടുന്നത് എന്നോർക്കണം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു: പ്രകൃതിക്ഷോഭത്തിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന്. ഇന്ന് എങ്ങനെയാ ഈ സമൂഹത്തിലേക്ക് നോക്കുവാൻ നമുക്ക് പറ്റുന്നത്? ഈ പ്രകൃതിയെ കാണാൻ നമുക്ക് എങ്ങനെയാ കഴിയുന്നത്? നമ്മൾ ഫുൾ ടൈം നോക്കിക്കൊണ്ടിരിക്കുന്ന എവിടെയാ? ഈ ഡിജിറ്റൽ ഡിവൈസിലാണ്. അപ്പത്തിൽ നിന്ന് കണ്ണെടുത്തിട്ട് വേണ്ടായോ അയലോക്കത്ത് നിൽക്കുന്ന ആരാന്നുള്ളത്? അതുകൊണ്ട് റോഡിൽ കൂടി നടന്നു പോയി കഴിഞ്ഞാൽ ഒന്നും ആരെയും ഓണടിച്ച കേൾക്കത്തില്ല. ചെവിക്കകത്ത് വേറെ സൂത്രമാ, പറഞ്ഞാലും കേൾക്കത്തില്ല. ഓർക്കണം, ഇന്ന് ഈ ഡിജിറ്റൽ കൾച്ചർ, ഇന്റർനെറ്റിന്റെ കൾച്ചർ, പുത്തൻ സംവിധാനങ്ങൾ ബന്ധങ്ങൾ തകർക്കുന്നു, കുടുംബ ബന്ധങ്ങൾ തകർക്കുന്നു, വ്യക്തിബന്ധങ്ങൾ തകർക്കുന്നു. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ അന്വേഷിക്കണം, എങ്ങനെയാണ് അവർ എന്നുള്ളത്. ഒരു 2 പുതിയ വാക്കുകൾ പറഞ്ഞ ഭാഗം അവസാനിപ്പിക്കാം. നിങ്ങൾ കേട്ടു കാണും. ഫുട് പ്രിന്റ്സ്, അതിന്റെ അർത്ഥം എന്താ? പാദമുദ്രയെന്ന. നമ്മൾ കടൽത്തീരത്തൂടെ ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ പാദം അവിടെ പതിയും. നമ്മളത് ഫോട്ടോ എടുക്കും, എന്നിട്ട് സ്റ്റാറ്റസ് ഇടും. കാര്യം നമ്മുടെ കാൽപാദം എങ്ങനെ ഇരിക്കുന്നതെന്ന് കാണാം. പണ്ട് അതൊന്നും പറ്റത്തില്ലായിരുന്നു. ഫുട് പ്രിന്റ്സ് എന്നൊരു പുതിയ വാക്കുണ്ട്. ആ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? വാക്കെന്താണെന്നറിയാമോ? ഡിജിറ്റൽ ഫുട് പ്രിന്റ്സ്. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടാ. ഡിജിറ്റൽ പാദമുദ്രകൾ. നിങ്ങൾ വാട്സാപ്പിൽ എന്തെങ്കിലും ചെയ്താൽ, ഫേസ്ബുക്കിൽ എന്തെങ്കിലും ചെയ്താൽ, യൂട്യൂബിൽ എന്തെങ്കിലും ചെയ്താൽ, അത് നിങ്ങൾ കൊടുത്തവരും ഡിലീറ്റ് ചെയ്താലും അതെവിടെയുണ്ട്? അതാ ഡിജിറ്റൽ സ്പേസിലുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ചില മന്ത്രിമാരൊക്കെ നടത്തിയ സംഭാഷണങ്ങൾ പുറത്തു വന്നത്. നമ്മൾ വലിയ വലിയ നേതാക്കന്മാർ നടത്തിയ സംഭാഷണങ്ങളും കാര്യങ്ങളും പുറത്തു വന്നത്. അവിടെ ഡിജിറ്റൽ ഫുട് പ്രിന്റ്സ് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അങ്ങ് വാട്സാപ്പിൽ കൂടി അങ്ങ് ഒരു പ്രസംഗമാണ്. ഒത്താല് പള്ളിയിൽ നിന്നിട്ട് ഒരൊറ്റ ലൈവ് സംപ്രേഷണം കേക്കട്ടെ എല്ലാരും. പണ്ടൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു: തിങ്ക് ഗ്ലോബലി, ആക്ട് ലോക്കലി. ഇതൊരു 80കളിലെ ചിന്താവിഷയമായിരുന്നു. തിങ്ക് ഗ്ലോബലി, ആഗോളമായി ചിന്തിക്കുക, എന്നിട്ട് പ്രാദേശികമായി പ്രായോഗികമാക്കുക. ഇന്ന് ആ മുദ്രാവാക്യമൊക്കെ എടുത്ത് കാട്ടിലെറിഞ്ഞു. ഇന്നെന്താ ചെയ്യുന്നറിയാമോ? തിങ്ക് ഗ്ലോബലി, ബാക്കി നിങ്ങൾക്ക് പറയാമോ? ആക്ട് ഗ്ലോബലി.
ഇപ്പോൾ ഈ പ്രഭാഷണം ആഗോളമായി പോകുകയാണ്. വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഇവാനിയസ് മീഡിയ നിങ്ങൾക്കെല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. ലൈവ് സംപ്രേഷണം വഴി വലിയ അപകടമാണ്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ വോയിസ് ക്ലിപ്പുകൾ വിടരുത്. ഒന്ന് ഫോൺ ചെയ്യാൻ പറ്റുമോ? അപ്പുറത്ത് റെക്കോർഡ് ചെയ്യും. ദുബായിലും ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും ഒക്കെയുള്ള, അല്ലെങ്കിൽ ഓരോ രാജ്യത്തിൽ ഓരോ ഭാഗത്തും നടക്കുന്ന കൊച്ചു കൊച്ചു സംഭാഷണങ്ങൾ കറങ്ങി അടിച്ച് തിരിഞ്ഞു മറിഞ്ഞ് നമ്മുടെ രാജ്യത്തെത്തും, പെരിങ്ങിലിപ്പുറത്തെത്തും. ആരാന്ന് മാത്രമേ ഉള്ളൂ അറിയാത്തത്. എൻ്റെ ഒരു ശബ്ദം കറങ്ങി തിരിഞ്ഞ് ഇവിടെ വന്നാൽ ഇവിടെ എല്ലാവർക്കും അറിയാം. അവിടെ കഴിവുണ്ടെങ്കിൽ വോയിസ് ക്ലിപ്പുകൾ കൊടുക്കാതിരിക്കുക. എൻ്റെ ഒരു ശബ്ദം യാതൊരു തരത്തിലും പുറത്തു വരത്തില്ല എന്ന് ഞാനിങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. സമയമുള്ള സമയത്ത് മാത്രമേ അതിനകത്ത് എഴുതുകയുള്ളൂ. പോയിക്കോട്ടെ, ഇത് നമ്മുടെ ബന്ധങ്ങളെ തകർക്കുകയാണ്. ഒന്നുകൂടി ഓർത്തോട്ട് നമുക്ക് ആ ഭാഗം അവസാനിപ്പിക്കാം. അടുത്തെന്ന് പറയുന്നത് ഈ ഇന്റർനെറ്റ് ഫോണൊക്കെയുള്ള പുതിയ സംവിധാനങ്ങൾ വന്നപ്പോഴത്തെ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു. എന്തൊരു കുറ്റകൃത്യങ്ങൾ! എവിടെയാണ് വിശ്വസ്തത? എവിടെയാണ് സത്യസന്ധത? എവിടെയാണ് പ്രതിബദ്ധത? ക്രൈം എന്ന് കേട്ടിട്ടുണ്ടോ? അറിയാം, കുറ്റകൃത്യം. വൈറ്റ് ക്രൈം എന്ന് കേട്ടിട്ടുണ്ടോ? പള്ളിയിലൊക്കെ എല്ലാവരും വെള്ള വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് വരണമെന്നൊക്കെയാണല്ലോ ഇപ്പൊ പ്രഖ്യാപിക്കുന്നത്. വൈറ്റ് ഒരു പ്രധാനപ്പെട്ട സാധനമാണ്. 100 വർഷത്തിന് മുമ്പ് പള്ളിയിൽ പുരുഷന്മാർ വന്നുകൊണ്ടിരുന്നത് ഒരു ഉടുപ്പും ഇടാതെ വന്നതാ, ഒരു തോർത്ത് മാത്രം ഇട്ടുകൊണ്ടാവുന്നത്. ഒരമ്മച്ചി 365 ദിവസവും ഒരു ചട്ടയും മുണ്ടും എടുത്തോണ്ടാ വന്നത്. ഇപ്പൊ നമ്മളതൊക്കെ മാറി. അതാണ് ഓർത്തഡോക്സി. അനുദിനം പുതുക്കപ്പെടുന്നതാണ്, അനുദിനം പുതിയ പുതിയ ദർശനങ്ങൾ തരുന്നതാണ്. എന്തൊക്കെ ഞാനിപ്പോ വ്യാഖ്യാനിച്ചല്ലോ, അത് ചിലയിടങ്ങളിൽ കറക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഓർത്തിരിക്കണം, വൈറ്റ് ക്രൈം എന്ന് പറയുന്നതും ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ കുറ്റകൃത്യത്തിലേക്കാണ് പോകുന്നത്. എത്രയോ കുറ്റകൃത്യങ്ങളാണ്. 2-3-4 സംഭവങ്ങൾ കണ്ടു. നമ്മുടെ അടുത്ത് ഒരു സഹോദരൻ ലൈവിൽ ആത്മഹത്യ ചെയ്തു. നമുക്കറിയാം ആരാണ്. ഇന്നലെയും പത്രത്തിൽ ഒരു വാർത്ത. ഇനി എത്രയോ വാർത്തകൾ വരാനിരിക്കുന്നു. ലൈവ് ഓൺ ചെയ്തിട്ട് ആത്മഹത്യ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. പത്രങ്ങളുടെ ഒരു എത്തിക്സ് ഉണ്ട്, ലൈവ് സംപ്രേഷണം ചെയ്യരുതെന്ന്. എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തതെന്ന് പഠിപ്പിക്കരുത്. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്ത കേസിൽ വരുമ്പോൾ വിഷം കഴിച്ചു മരിച്ചു എന്നാണ് വരുന്നത്. വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചു എന്ന് എഴുതത്തുള്ളൂ. എങ്ങനെയാ ഉള്ളിൽ ചെന്നതെന്ന് പോലീസ് പറയും. കഴിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. കഴിച്ചതാണോ കഴിപ്പിച്ചതാണോ എന്നറിയത്തില്ല. ആ ഭാഗം ഞാൻ നിർത്തുകയാണ്. നമുക്ക് ഈ സാമൂഹിക പ്രതിബദ്ധത ഈ പെരുന്നാളിൽ ഉണ്ടാകണം. വളരെ പെട്ടെന്നൊരു ഭാഗം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അത് വളരെ കൃത്യമാണ്. നിങ്ങൾ കർത്താവിന്റെ ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്നുവോ? കർത്താവിന്റെ ശിഷ്യത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നുവോ? ഡിസൈപ്പിൾഷിപ്പ് ഓഫ് സാക്രിഫൈസ്, ജീവാർപ്പണത്തിന്റെ ശിഷ്യത്വം. എന്തോ വാക്കിന്റെ അർത്ഥം? ജീവൻ അർപ്പിക്കുക, ജീവൻ കൊടുക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ആരെങ്കിലും എനിക്ക് വേണ്ടി തന്റെ സുവിശേഷത്തിന് വേണ്ടി ജീവൻ കൊടുത്താൽ അത് കിട്ടും. അവിടെ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഗീവരഗീസത തന്റെ ജീവൻ കൊടുത്തു, സർവ്വതും കൊടുത്തു, അധികാരം കൊടുത്തു, കുടുംബ മഹിമ കൊടുത്തു, എല്ലാം കർത്താവിന് വേണ്ടി ഉപേക്ഷിച്ചു. പക്ഷെ എന്ത് ചെയ്തു? അതെല്ലാം തിരികെ ലഭിക്കുകയാണ്. ഇന്നും നമ്മുടെ മുന്നിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധനായ ഗീവർഗീസേ നിനക്ക് സമാധാനം, രോഗികളുടെ അഭയസ്ഥാനമായ വിശുദ്ധനെ നിനക്ക് സമാധാനം. ഇതൊക്കെ നമുക്ക് അനുഭവവേദ്യമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഡിസൈപ്പിൾഷിപ്പ് ഓഫ് സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ ഡിസൈപ്പിൾഷിപ്പ് ഇൻവോൾവ്സ് എ ലൈഫ് ഓഫ് സാക്രിഫൈസ്, എ ലൈഫ് ഓഫ് സറണ്ടർ. ഒരു സമർപ്പണമാണ് അവിടെ ആവശ്യപ്പെടുന്നത്. ഒരു പൂർണ്ണമായ സമർപ്പണം, സമ്പൂർണമായ പരിത്യാഗം, അതാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് എന്ന് ഓർത്തിരിക്കണം. നല്ല ശമരിയാക്കാരന്റെ കഥ നമുക്കറിയാം. ഗബ്രിയേൽ സഹദായുടെ ഈ ചരിത്രത്തെ ആലേഖനം ചെയ്യുമ്പോൾ
നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഗീവർഗീസ് സഹോദരന്റെ ചരിത്രത്തോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്നത് നല്ല ശമരിയാക്കാരൻ്റെ കഥയാണ്. എല്ലാവർക്കും പരിചിതമായ കഥയാണ് അവതരിപ്പിക്കുന്നത്. ആ കഥയിൽ പറയുന്ന മനോഹരമായ കാര്യങ്ങളുണ്ട്. ആരാണ് എൻ്റെ കൂട്ടുകാരൻ? കർത്താവ് ഒരു കഥ പറഞ്ഞു കൊടുത്തു. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എണ്ണക്കാട്ടോട്ടാണ് എരിഹോവിലേക്ക് പോയി. യാത്രാമധ്യേ കള്ളന്മാർ വന്ന് അപഹരിച്ചു, ഉപദ്രവിച്ചു, മുറിവേൽപ്പിച്ചു. അതുവഴി ഒരു പുരോഹിതൻ വന്നു, സന്തോഷമായി. അതുവഴി ഒരു ലേവ്യൻ വന്നു, അതുവഴി ഒരു ശമരിയക്കാരൻ വന്നു. ശമരിയക്കാരൻ കോരിയെടുത്ത് താങ്ങിയെടുത്ത് മുറിവേറ്റവനെ സത്രത്തിൽ കൊണ്ടാക്കി പരിചരിച്ചു. യാത്രയ്ക്ക് പോകാൻ നേരം കാശ് കൊടുത്തു. ഇനിയും വല്ലതും വേണമെങ്കിൽ തിരികെ വരുമ്പോൾ തരാമെന്ന് പറഞ്ഞു. ആ ശമരിയക്കാരൻ, നല്ല ശമരിയക്കാരൻ 4 കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ 4 കാര്യങ്ങൾ ഗീവർഗീസ് സഹോദരൻ പഠിപ്പിക്കുന്നു. ആ 4 കാര്യങ്ങൾ ചെയ്യുവാനാണ് യേശുക്രിസ്തുവിനെയും ഗീവർഗീസ് സഹോദരനെയും ഒക്കെ വിളിച്ചപേക്ഷിക്കുന്ന എന്നോട് കർത്താവ് ആഹ്വാനം ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ആ ശമരിയക്കാരൻ 1, മുറിവേറ്റവനോടുള്ള അനുകമ്പ അവനുണ്ടായിരുന്നു. മുറിവേറ്റവനോടുള്ള അനുകമ്പ. ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, ഉടൻ ഇത് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. മുറിവേറ്റവനോടുള്ള അനുകമ്പ. ഗീവർഗീസ് സഹോദരൻ നോക്കി, മഹാസർപ്പത്തിന്റെ ഭീഷണിയിൽ ഒരു നാട് വിറച്ചു നിൽക്കുന്നു, ഒരു നാട് നടുങ്ങി നിൽക്കുന്നു, ഭയവിഹലമായിരിക്കുന്നു. നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത ഒന്നിനെ പേടിച്ച് നമ്മൾ പെരയ്ക്ക് പുറത്തിറങ്ങിയോ? കൊറോണ വൈറസ്. എല്ലാവരും പോയി കിട്ടാവുന്ന വാക്സിനെല്ലാം കുത്തി വെച്ചു. ദാ കിടക്കുന്നു. വാക്സിൻ എടുത്തവർക്കെല്ലാം അപകടം ഉണ്ടാവും. ഞാനൊരു സാക്ഷിയാ. ഷുഗറില്ല, പ്രഷറില്ല, കൊളസ്ട്രോൾ ഇല്ല. ഹൃദ്രോഗമുണ്ടായി. ഡോക്ടേഴ്സ് പറഞ്ഞു വാക്സിൻ്റെതാണ്. എന്തോ ചെയ്യാൻ പറ്റും? കാലും കൈയും കെട്ടിയിട്ടാണ് പറയുന്നത്. അടുത്ത നിമിഷത്തിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ എല്ലാം വെച്ചിരിക്കുക. മാസ്ക് ഇങ്ങനെ തുറന്നിട്ടാണ് പറയുന്നത്. വാക്സിൻ്റെതായിരിക്കും, സാരമില്ല. ഞാനും വിചാരിച്ചു ആയിക്കോട്ടെ. കുറെ കാലം ഇവിടെ ഞാനും പാടുന്നതാ, കഷ്ടങ്ങൾ സാരമില്ല. എന്തോ ചെയ്യാനാ? ഇപ്പം സുപ്രീം കോടതിയോട് പറഞ്ഞിരിക്കുക, എവിടെയാണ് ധാർമ്മികത? എവിടെയാണ് മെഡിക്കൽ എത്തിക്സ്? 3ാമത്തെ വാക്സിൻ എടുക്കാത്തവർ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് ദീർഘായുസ് ലഭിക്കും. അനുഭവിച്ചോ? അനുകമ്പയുള്ളവനായിരുന്നു. 2, മുറിവേറ്റവന്റെ അടുക്കലേക്ക് ഓടിയെത്തി. ഗീവർഗീസ് സഹോദരൻ ഒരു നല്ല ശമരിയക്കാരനായി ഓടിയെത്തി. മുറിവേറ്റവരെ താങ്ങിയെടുക്കാറുണ്ടോ? ആതുര സേവന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇടപെടാറുണ്ടോ? നമ്മുടെ കർമ്മപദ്ധതികൾ എങ്ങനെയാണ്? 10 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള, ബഡ്ജറ്റുള്ള വരുമാനമുള്ള ഒരു പള്ളിയുടെ ചാരിറ്റി എന്ന് പറയുന്നത് 10,000 രൂപയിൽ താഴെയാ. തെളിവ് തരാം. എങ്ങനെയാണ് നമ്മുടെ ചാരിറ്റി പ്രവർത്തനം? വീണ്ടും, മുറിവേറ്റവനെ കോരിയെടുക്കുന്ന ശമരിയക്കാരൻ. അവന്റെ ശരീരത്തിലെല്ലാം മുറിവുണ്ട്. ആ മുറിവെല്ലാം ഈ മനുഷ്യന്റെ ശരീരത്തിൽ വീണു. ദേഹമാസകലം, ശരീരം മുഴുവനും ആ രക്തത്തുള്ളികൾ ചേർത്തു. മുറിവേറ്റവനെ കോരിയെടുക്കുന്ന അനുഭവം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു രോഗിയെ കോരിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും താഴെ വീഴുന്ന ഒരു രോഗിയെ ഓടിച്ചെന്ന് എടുക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാനാണോ? നല്ല ശമരിയക്കാരന്റെ ജോലിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. നമുക്കൊക്കെ കൊറോണ വന്നു, നമ്മുടെ ഭാര്യ പോലും നമ്മുടെ ശരീരത്തിൽ തൊടത്തില്ല. പക്ഷേ നേഴ്സന്മാർ നമ്മളെ തൊട്ടു. നമ്മളൊക്കെ ആശുപത്രി കിടന്നതാ.
അവരെ ആരാന്ന് പോലും ഓർമ്മയില്ല, ഒരു നന്ദി പോലും പറയാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞത്, നിങ്ങളുടെ അടുക്കൽ നിൽക്കുന്ന മാലാഖമാരാണ് നിങ്ങളെ ശുശ്രൂഷിക്കുന്ന നേഴ്സന്മാർ, സ്വർഗത്തിലെ മാലാഖമാർ, പ്രതിഫലം ആഗ്രഹിക്കാത്ത മാലാഖമാർ. അതേതാണ്ട് ശരിയാണെന്ന് തോന്നുന്നു. ഒരു മാസം ജോലി ചെയ്താലും 6000 രൂപ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ് UK ആള് പോകുന്നത്. ന്യൂസിലൻഡിലും കാനഡയിലും മാൾട്ടയിലും ഓസ്ട്രേലിയയിലും ചന്ദ്രനിലും ഒക്കെ നമ്മുടെ പെൺകുട്ടികൾ പോകുന്നത്. എവിടെയെങ്കിലും പോയിക്കോണം, രക്ഷപ്പെട്ടോണം, ഈ ദേശത്തുനിന്ന് പോയിക്കോണം, എന്നാലേ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. ചില രാജ്യത്ത് പോയപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പെരിങ്ങലിപ്പുറത്തെ കുഞ്ഞുങ്ങൾ, എണ്ണക്കാട്ടെ കുഞ്ഞുങ്ങൾ വിളിച്ചോണ്ട് പോകുന്നതും സൽക്കരിക്കുന്നതും ഒക്കെ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. ഓർത്തിരിക്കണം ഈ കോരിയെടുക്കുന്ന അനുഭവം. നാലാമത് എന്തായിരിക്കും? മുറിവേറ്റവന് സംരക്ഷണം നൽകുന്ന ശമരിയാക്കാരൻ സംരക്ഷണം നൽകി. സംരക്ഷണം നൽകി, നാടിന് സംരക്ഷണം നൽകി. എങ്ങനെയാ സംരക്ഷണം കൊടുത്തത്? പണം കൊടുത്താന്നോ? ജീവൻ കൊടുത്ത് സംരക്ഷണം നൽകി. ഞാൻ പറയും, നമ്മുടെ അമ്മമാർ, നമ്മുടെ മാതാപിതാക്കൾ ഒക്കെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചത് ജീവൻ നൽകിയാണ്. അതുകൊണ്ട് ഈ ശമരിയാക്കാരൻ്റെ അനുഭവം, ഗീവറിഗസാദയുടെ അനുഭവം, ആ ശിഷ്യത്വം എന്ന് പറയുന്നത് ഡിസൈപ്പിൾഷിപ്പ് ഓഫ് സാക്രിഫൈസ്, ത്യാഗത്തിന്റെ ശിഷ്യത്വം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആക്രമണം ഉണ്ടാവുന്നത്, പരിഹാസം ഉണ്ടാവുന്നത്, കുതികാൽവട്ടം ഉണ്ടാവുന്നത്, മറ്റുള്ളവരെ തകർക്കാനുള്ള അനുഭവം ഉണ്ടാവുന്നത്. ക്രിസ്തീയതയുടെ പേരും പറഞ്ഞ പാടില്ല, ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും പൊറുക്കുവാനും ഒക്കെ ഉള്ളൊരു അനുഭവം. അതുകൊണ്ട് നമ്മുടെ ദേവാലയം, പെരിങ്ങലിപ്പുറം പള്ളിയെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ദേവാലയം ഏറ്റവും മനോഹരമായി ക്രിസ്തീയ സാക്ഷ്യം വിവിധ തരത്തിൽ നിലനിർത്തുവാനായിട്ട് കഴിയണം. അവിടെ ഈ സാക്രിഫൈസിൻ്റെ ഒരു അനുഭവം, ഒരു കഥ കൂടി പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിച്ചേക്കാം. കാരണം ഇന്ന് വൈകിട്ട് ഇവിടെ ഭക്ഷണമില്ലെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പം അതുകൊണ്ട് പണ്ടന്ന് പുസ്തകത്തിലെ കഥയൊക്കെ പറയുമായിരുന്നു. ഇപ്പോഴ് ഞാൻ കണ്ട ഒരു ചെറിയ ഹ്രസ്വ വീഡിയോയാണ്, 2 മിനിറ്റ് ഇല്ല. ഞാൻ കാണുന്ന ഒന്നാമത്തെ ചിത്രം, ഒരു ഭർത്താവ് ലാപ്ടോപ്പിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കയ്യിൽ മൊബൈലുമുണ്ട്, ഒരു കയ്യിൽ ഇങ്ങനെ ലാപ്ടോപ്പിൽ ഒറ്റ കൈ കൊണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു വിരൽ മതി ടൈപ്പ് ചെയ്യാനായിട്ട്. എൻ്റെ അമ്മു. രണ്ടാമത്തെ സീൻ, ഭാര്യ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് വളരെ രൂക്ഷമായ മുഖഭാവത്തിൽ ഭർത്താവിന്റെ അടുക്കിലേക്ക് വരികയാണ്. ഭർത്താക്കന്മാരെ പേടിക്കണം. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നെ വേണോ, എൻ്റെ മകനെ, എൻ്റെ കുഞ്ഞിനെ വേണോ, അതോ ഈ ലാപ്ടോപ്പും മൊബൈലും മതിയോ? ഓ, എവിടെ കേൾക്കാനാ? ഭർത്താവ് ഇങ്ങനെ തന്നെ. നമ്മുടെ ജീവിതം അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ഈ മൊബൈലിനെ കുറിച്ചൊക്കെ പറയുന്നത് 6ാമത്തെ ഇന്ദ്രിയം എന്നാണ് പറയുന്നത്. എത്ര ഇന്ദ്രിയമുണ്ട്? കുറേ ഉണ്ടച്ചാ, 5 ഇന്ദ്രിയമാണല്ലോ ഉള്ളത്. 6ാമത്തെ ഇന്ദ്രിയം ഇപ്പം മൊബൈലായി തീർന്നിരിക്കുക. കാര്യം നമ്മുടെ ജീവിതം മുഴുവൻ അതിൻ്റെ അകത്താണ്. അതുകൊണ്ടാണല്ലോ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഉണരുകയാണെങ്കിൽ തപ്പി നോക്കുമായിരുന്നു. പണ്ട് ഭാര്യ ഭർത്താവിനെയൊക്കെയാണ് തപ്പി നോക്കുന്നത്, ഉണ്ടോ അവിടെ, ഇന്നിച്ച് പോയെന്നറിയാനായിട്ട്. ഇപ്പം നമ്മൾ ഉണരുമ്പോൾ ആദ്യം തപ്പുന്ന എവിടെയാ? ഈശ്വടാ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞു. മൊബൈലിനെയാണ് തപ്പുന്നത്. 3ാമത്തെ ഷൂട്ടിങ്ങിനെയാണ്. വീണ്ടും ഈ ഭാര്യ ക്രൂരമായ ഭാവത്തിൽ, ക്രൂരമായ മുഖഭാവത്തിൽ, വളരെ ദേഷ്യത്തിൽ ഭർത്താവിനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്നെ വേണോ, എന്നെയും എൻ്റെ കൊച്ചിനെയും വേണോ, അതോ കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പും വേണോ? ഇപ്പൊ പറയണം, ഞങ്ങൾ പോവുകയാണ്. എന്തായിരിക്കും അടുത്ത ഷോട്ട്? ഞാൻ കണ്ട ലാസ്റ്റ്
പെട്ടെന്ന് ഭർത്താവ് ഈ ലാപ്ടോപ്പുമായി പൊങ്ങുന്നു. കയ്യിൽ മൊബൈലുമുണ്ട്, ഒരു കയ്യിൽ മൊബൈലുമുണ്ട്, ഒരു കയ്യിൽ ലാപ്ടോപ്പുമുണ്ട്. നേരെ എഴുന്നേറ്റ് നിൽക്കുന്നു. നിങ്ങൾ പറ, ബാക്കി എന്തായിരിക്കും സംഭവിക്കുന്നത്? വളരെ പെട്ടെന്ന് ലാപ്ടോപ്പും മൊബൈലും ഭയങ്കര ഭാവനയുള്ളവരാ. ഒന്നല്ല 10 കഥാപ്രസംഗം ഇവിടെ ഉണ്ടാവും. സ്ത്രീകളുടെ ഒരു കഥാപ്രസംഗം ആയിക്കോട്ടെ, അടുത്ത വർഷം സ്പോൺസർ ചെയ്തേക്കാം. താഴേക്ക് വീഴുന്നു. ഭാര്യയെയും കുഞ്ഞിനെയും ഈ ഭർത്താവ് ചേർത്ത് പിടിക്കുകയാണ്. അതിൻ്റെ താഴെ എഴുതി കാണിക്കുകയാണ്, ഇലക്ട്രോണിക് ബന്ധത്തെക്കാൾ വലുതാണ് വ്യക്തിബന്ധം. ഒരു കമ്പ്യൂട്ടർ സ്ഥാപനത്തിൻ്റെ പരസ്യ, അവിടെ പോയി കമ്പ്യൂട്ടർ മേടിക്കണമെന്ന്. വളരെ ചെറുതാണെങ്കിലും അർത്ഥപൂർണമാണ്. നമ്മുടെ ബന്ധങ്ങൾ തകർന്നു പോകരുത്. നമ്മുടെ ബന്ധങ്ങൾ ആഴമുള്ളതായിരിക്കണം. കൊച്ചു കൊച്ചു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. കാര്യം പാവപ്പെട്ട വക്കീലന്മാരും ജീവിച്ചു പോകണമല്ലോ. പാവപ്പെട്ട അച്ഛന്മാർക്കും കൗൺസിലിങ്ങിനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടാവണമല്ലോ. അതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. ഈ പെരുന്നാൾ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ളതായിരിക്കണം, ക്ഷമിക്കുവാനുള്ളതായിരിക്കണം, സ്നേഹിക്കുവാനുള്ളതായിരിക്കണം. അതുകൊണ്ട് ഗബ്രിയേൽ സാദായുടെ ഈ പെരുന്നാൾ ഏത് പ്രതിസന്ധികളിലും അഭിസന്ധികളിലും ദൈവവചനത്തെ മുറുകെ പിടിക്കുവാൻ, ദൈവവചനത്തോട് ആഭിമുഖ്യമുള്ളതായി തീരുവാൻ നമുക്ക് കഴിയണം. നമ്മൾ പഠിച്ച വാക്യം ഓർത്ത് അവസാനിപ്പിക്കുകയാണ്. പഠിച്ച വാക്യം ഏതായിരുന്നു? ലൂക്കോസിലെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം. സ്വന്തം കുരിശ് വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. 3 കൊച്ചു കാര്യങ്ങളാണ് പറഞ്ഞത്. 1, എങ്ങനെയുള്ള ശിഷ്യത്വത്തെ കുറിച്ചായിരിക്കും കർത്താവ് വിഭാവനം ചെയ്യുന്നത്? ഗബ്രിയേൽ സാദായും നമ്മൾ ഓരോരുത്തരും കർത്താവ് വിഭാവനം ചെയ്ത ആ ശിഷ്യത്വത്തിലേക്ക് ഉയരണം. ഗബ്രിയേൽ സാദാ ആ ശിഷ്യത്വത്തിന്റെ ഭാഗമായി തീർന്നു. 1, ഡിസൈപ്പിൾഷിപ്പ് ഓഫ് ലോയൽറ്റി, സത്യസന്ധതയുടെ ശിഷ്യത്വം. ദൈവമേ, സത്യസന്ധമായ ഒരു ശിഷ്യത്വം ഏത് പ്രതിസന്ധികളിലും തകർന്നു പോകാതെ ദൈവമേ നിന്നെ മുറുകെ പിടിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. 2, ഡിസൈപ്പിൾഷിപ്പ് ഓഫ് കമ്മിറ്റ്മെന്റ്, പ്രതിബദ്ധതയുടെ ശിഷ്യത്വം. സാമൂഹിക പ്രതിബദ്ധതയുടെ, നീതി ബോധത്തിന്റെ, വിശുദ്ധ ജീവിതത്തിന്റെ, സഭാബോധ്യങ്ങളുടെ ശിഷ്യത്വം കർത്താവേ എനിക്ക് നൽകണമേ. 3-ാമത്തെ ശിഷ്യത്വം ഡിസൈപ്പിൾഷിപ്പ് ഓഫ് സാക്രിഫൈസ്. വീട്ടിൽ പോയി ഡയറി കുറിക്കണം. ഗബ്രിയേൽ സാദായുടെ പെരുന്നാളിൽ മെഴുകുതിരി പിടിച്ച് സഞ്ചരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം, ദൈവമേ എന്നെ സത്യസന്ധതയുടെ ശിഷ്യനാക്കി തീർക്കണമേ, എന്നെ വിശ്വസ്തതയുള്ള ശിഷ്യനാക്കി തീർക്കണമേ, എന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ശിഷ്യനാക്കി തീർക്കണമേ, എന്നെ ജീവാർപ്പണം, ജീവത്യാഗം നടത്തുവാൻ സന്നദ്ധയുള്ള ശിഷ്യനാക്കി തീർക്കണമേ. ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ നന്ദി പറയുന്നില്ല, കാരണം വീണ്ടും വരാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ബലവും ദൈവം തമ്പുരാൻ ചൊരിഞ്ഞു തരട്ടെ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വിശുദ്ധ ഗബ്രിയേൽ സാദായുടെ മധ്യസ്ഥത ഞങ്ങൾക്കെല്ലാവർക്കും കോട്ടയായിരിക്കണമേ. എപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ആമീൻ.